നിങ്ങൾ എന്തായി കാണിക്കുന്നത്? ഗെയിമാണ്, അല്ലാതെ വഴക്കല്ല. നന്നായി പോയി. ഇൻസ്പെക്ടർ പാണ്ട, ഒന്ന് പതുക്കെ. ഞങ്ങളെല്ലാവരും പാല് കുടിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇങ്ങനെ വണ്ടി കുലുക്കുകയാണെങ്കിൽ എല്ലാവരുടെയും വായിന്ന് വെണ്ണ പുറത്തു വരും. സംശയമുണ്ടോ? സോറി, ഈ റോഡ് അത്ര നല്ലതല്ല. എന്നാ പിന്നെ നല്ല റോട്ടിൽ കൂടെ പൊക്കോടെ നിങ്ങക്ക്. നമ്മൾ എങ്ങോട്ട് പോകുന്നു? ഈ റോഡിലൂടെ പോയാലേ ചെന്നെത്താൻ കഴിയുള്ളൂ. ഇൻസ്പെക്ടർ പാണ്ട, ഇവരൊക്കെ എന്തിനാണ് തടവുകാരുടെ ഡ്രസ് ഇട്ടിരിക്കുന്നത്? കാരണം ഇവർ തടവുകാരാണ്. തടവുകാരാണെങ്കിൽ പുറത്തെന്തിനാ അവര് നിക്കുന്നേ? കാരണം ഇത് ഓപ്പൺ ജയിലാണ്. ഈ ജയിലിന്റെ ആനിവേഴ്സറിക്കാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. ഓപ്പൺ ചെയ്യല്ലോ. കുട്ടികളെ, നമ്മളിതാ ഓപ്പൺ ജയിലിൽ എത്തിപ്പോയി. കഴുതയാണ്. പക്ഷെ ഞാൻ അത്രയ്ക്ക് വലിയ കഴുതയൊന്നും അല്ല. ഞങ്ങളും ജയിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത് ഫാം ഹൗസ് ആണ്. ഞാൻ പറഞ്ഞതല്ലേ, ഓപ്പൺ ജയിൽ എന്ന് വെച്ചാൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇവിടെ തടവുകാരെ ഞങ്ങൾ സ്വതന്ത്രരായി വിടും. ഏത് പ്രതിയാണ് നല്ല രീതിയിൽ പെരുമാറുന്നുവോ, പ്രശ്നക്കാരനല്ലാതെ ഇരുന്നാൽ അവനെ ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങൾ സുഖമായി ജീവിപ്പിക്കും. നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. കൊള്ളാലോ, ഇത് വളരെ നല്ല കാര്യം തന്നെയാണ്. അടിച്ചു പൊളിച്ചു തിമിർത്തു. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഇവർക്ക് നോർമൽ ലൈഫിലേക്ക് വരാൻ എളുപ്പമാണ്. അതെ, ആരെങ്കിലും നന്നാവാൻ തീരുമാനിച്ചാൽ അവർക്ക് തീർച്ചയായിട്ടും ഒരു അവസരം നൽകണം. നിങ്ങൾക്കൊന്ന് നോക്കി ചെയ്തൂടെ ലൈലാബായ്? ലാലാന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്വഭാവം മാറോ? ഇവിടെ വരൂ. എടാ, നിങ്ങൾ 4 പേരോ? കൺട്രോൾ ബോയ്, കൺട്രോൾ. ദൈവമായിട്ട് എനിക്ക് ഒന്നും തന്നിട്ടില്ല. കാശും അഭിമാനവും ഒന്നും തന്നിട്ടില്ല. ഇവന്മാര് കാരണം എന്റെ ഉള്ള സമാധാനം പോയി. ഇൻസ്പെക്ടർ പാണ്ട, ഇവർ രണ്ടുപേരും ഇവിടെയാണോ ഉള്ളത്? അതെ, ഞങ്ങൾ നന്നായി. അതുകൊണ്ട് ഇവിടെ ജീവിക്കുന്നത്. ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാ ജഗത്റാം സാറിന്റെ അടുത്ത് ഞങ്ങൾ തബല വായിക്കാൻ പോകും. അതെ അതെ, ഇവിടെ കിടന്ന് ബക്കറ്റ് തട്ടി തട്ടി ഇദ്ദേഹം തബല അങ്ങ് പഠിച്ചു കഴിഞ്ഞു. അതെ, വേണമെങ്കിൽ നിങ്ങൾ എന്റെ വിരലിലോട്ട് നോക്കിക്കോ. ശരി ശരി, അതൊന്നും വേണ്ട. നിങ്ങളെ കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. വളരെ നല്ല കാര്യമാ. നിങ്ങളെ കണ്ട് ഇവിടെയുള്ള തടവുകാർ നന്നായിക്കോളും. അതെ, അങ്ങനെയാകുമ്പോ എന്റെ പണിയും കുറയും. ശരി, വരൂ, നമുക്ക് ജയിലർ സാറിനെ കാണാം. അദ്ദേഹം നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടാകും. ബായ്, ഇവന്മാരെ കണ്ടിട്ടല്ലേ രക്തം തിളക്കിയാണ്. ഒരുപാട് തിളപ്പിക്കണ്ട. ശരി, എന്തായാലും നമ്മൾ ഇയാളെ പറ്റിച്ചു കഴിഞ്ഞു. ഇനി മറ്റുള്ളവരെ പറ്റിച്ചിട്ട് നമുക്ക് എങ്ങനെയെങ്കിലും ഈ ജയിലിൽ നിന്ന് പുറത്ത് കിടക്കണം. വെൽക്കം വെൽക്കം. എല്ലാവർക്കും ഞാൻ എല്ലാം കൊടുക്കും. അടിപൊളി. എല്ലാവർക്കും എല്ലാം കൊടുക്കുമെന്നാണോ? എങ്കിൽ എനിക്ക് 1 ലക്ഷം രൂപ തരാൻ കഴിയോ? ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല, എല്ലാവർക്കും സ്വാതന്ത്ര്യം കൊടുക്കുമെന്ന്. ശരി, ഞങ്ങൾക്ക് ഇപ്പൊ തന്നെ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. പിന്നെന്തിനാ വീണ്ടും സ്വാതന്ത്ര്യം തരുന്നേ? ഇദ്ദേഹം തടവുകാരുടെ കാര്യമാണ് ഈ പറയുന്നത്. സംശയമുണ്ടോ? ഇന്റലിജന്റ് പാരറ്റ്, തങ്ങൾ എന്തായാലും വന്നത് ഒരു നല്ല സമയത്ത് തന്നെയാണ്. ഗുഡ് ഗുഡ്. പക്ഷെ എന്താ ഇതൊക്കെ? ക്ഷമിക്കണം സർ, വിത്തൗട്ട് ഇൻഫർമേഷൻ ഞാൻ ഇവർ 4 പേരെയും കൊണ്ടുവന്നു പോയി. നോ നോ, ഒരു കുഴപ്പവുമില്ല. മോസ്റ്റ് വെൽക്കം. ഇന്നെന്തായാലും അടിപൊളിയായിരിക്കും. പ്ലാൻ എന്താന്ന് പറയൂ. എല്ലാം ഞാൻ പറയാം. അതന്നെയല്ലേ ഇദ്ദേഹം ചോദിച്ചത്. എന്താണെന്നുണ്ടെങ്കിലും ഒന്ന് വേഗം പറയാൻ നോക്ക്. പ്ലാൻ എന്താണ്? ഫണ്ണി കാറ്റ്, ഇന്ന് ആഘോഷ ദിവസമായതുകൊണ്ട് ആദ്യം സ്പോർട്സ് ആണ്, പിന്നെ ലഞ്ച്, പിന്നെ സാംസ്കാരിക കലാപരിപാടികളാണ്, പാട്ടും ഡാൻസും. അങ്ങനെ അപ്പൊ ഇതൊക്കെ തടവുകാർ ചെയ്യാൻ പോവുകയാണോ? ഫ്യൂരിയസ് കാറ്റ്, എന്തായാലും നീ പറഞ്ഞത് ശരി തന്നെയാണ്. എന്താ പറഞ്ഞത്? അങ്ങാണ് പറഞ്ഞു കൊടുത്തത്. ഇന്നസെന്റ് ഡോഗി, വേറെ ആര് പറഞ്ഞു കൊടുക്കും? ഇവിടെയുള്ള തടവുകാർക്കെല്ലാം ഞാൻ തന്നെയാണ് എല്ലാം പറഞ്ഞു കൊടുക്കുന്നത്. എല്ലാരെയും ഞാൻ നന്നാക്കിയെടുക്കും. അതുകൊണ്ട് മാത്രമാണ് അങ്ങേ സ്പെഷ്യൽ ഓപ്പൺ ജയിലർ ആക്കി മാറ്റിയത്. മണി 10 എല്ലാരും ഇപ്പൊ റെഡിയായി കാണും. വരൂ, നമുക്ക് എന്തായാലും സ്പോർട്സ് തുടങ്ങാം. ഓ, ഈ കാമ്പൗണ്ട് മുഴുവൻ സാധനങ്ങളൊക്കെ ചിതറിക്കിടക്കുകയാണ്. ഇന്നസെന്റ് ഡോഗി, ഇത് ഹഡൽസ് ആണ്. ഹഡൽ റേസിന് വേണ്ടി ഇതിൽ പങ്കെടുക്കുന്നവരെല്ലാം ഇവിടെ വരൂ.
ജയിലർ സാറേ എനിക്കെന്താ ഇതിൽ പങ്കെടുക്കണം. പങ്കെടുത്തോ പ്രൈസ് തടവുകാർക്ക് മാത്രമാണ്. പ്രൈസിന് വേണ്ടിയല്ല, സന്തോഷത്തിന് വേണ്ടിയാ. പണിക്കാൻ വെച്ചോ. ഗുഡ് ലക്ക്. യ്യ. സാർ, അദ്ദേഹം കറക്റ്റാണ് ഓടിയത്. അദ്ദേഹം തള്ളിയിട്ടതാണ്. നീ ആള് കൊള്ളാലോ. എന്റെ തടവുകാർ അങ്ങനെയല്ല, തെറ്റായി സംഭവിച്ചതായിരിക്കും. ഔട്ട്. ഇത് തെറ്റാണ്. കാള മാറിയതാണ്. സംശയമുണ്ടോ? ഇന്റലിജന്റ് പാരറ്റ്സ്, ഇത് ഹഡൽസ് ആണ്. അവിടുന്ന് കാള മാറിയില്ലായിരുന്നെങ്കിൽ അതിന്റെ കൊമ്പ് കുത്തി അവന്റെ പണി തീരുമായിരുന്നു. എടാ, ഈ തടവുകാരൊക്കെ ലാലാ മജ്നുവിന്റെ ആൾക്കാരാന്ന് തോന്നുന്നു. ഇവന്മാർ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. വാവ് ജക്കോ, നീ ജയിച്ചിരിക്കുന്നു. സാർ, നിങ്ങളുടെ അടുത്ത് ഗാർഡ്സ് ഒന്നുമില്ലേ? ഇവിടെ തടവുകാരാണ് ഗാർഡ്സ്. ആര് വിചാരിച്ചാലും തടവുകാരെന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. അങ്ങനെ രക്ഷപ്പെടാൻ നോക്കിക്കഴിഞ്ഞാല് ഇവർ തന്നെ അവരെ പിടിക്കും. ഇവൻ എന്റെ പുലിയാണ്, പുലി. പക്ഷേ ഇവന് ആനയാണല്ലോ. ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായിട്ടില്ല. ശരി, വിട്ടേക്ക്. ഞാൻ എല്ലാരും നന്നാക്കി എടുക്കും. റെസ്റ്റ് എടുക്ക് ബോയ്സ്. അടുത്ത് നമുക്ക് കബഡി മാച്ച് തുടങ്ങാം. മൂന്ന് പേരുടെ പണി എന്തായാലും നീ തീർത്തു തന്നു. ബാക്കിയുള്ളവരുടെ കാര്യം നമുക്ക് കബഡിയിൽ വെച്ച് നോക്കാം. ബണി, ഈ പ്രതികൾ റേസിംഗിൽ ചീറ്റിംഗ് ചെയ്ത് ലാലാ മജ്നുവിനെ സഹായിക്കാൻ നോക്കുകയാണ്. എനിക്കെന്ത് നല്ല പന്തികേട് തോന്നുന്നുണ്ട്. എനിക്കും അങ്ങനെ തന്നെയാ തോന്നുന്നേ. സാർ, ഒരു ടീമില് ഞാനും ജോർദാറും കളിക്കാൻ പറ്റൂ? ആ പോപ്പറ്റേ, നീ എന്താ കബഡി കളിക്കുന്നില്ലേ? ഇല്ല, ഈ കളിയിൽ ഒരുപാട് റിസ്ക് ഉണ്ട്. അതുകൊണ്ട് ഞാൻ കളിക്കുന്നില്ല. സംശയമുണ്ടോ? ഈ പൂച്ച ഇവിടെ നമ്മളെ പണിയുന്നാ തോന്നുന്നു ലാലാബോയ്. എടാ ലൈലടാ, ലാലാ, LALA, ലാല എന്ന് പറയാ. നിനക്കെന്താ ചെവിയാക്കില്ലേ? ഞാൻ ലാലാന്ന് എന്നാ പറഞ്ഞതോ. സോറി, എനിക്ക് തെറ്റിപ്പോയതാ. എന്നോടങ്ങ് ക്ഷമിച്ചേക്കെ കേട്ടോ. ഇവന്മാരെ എവിടുന്ന് പറഞ്ഞിരിക്കണം. ഇട്ടേക്കടാ, ഒരു കൈ നോക്കാം. യുവന്മാര് ഞാൻ വിടില്ല. യുവന്മാര് ഇവിടുന്ന് ചട്നിയാക്കാതെ ഞാൻ വിടില്ല. കൺട്രോൾ ബോയ്, കൺട്രോൾ. കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അത്രമാത്രം സന്തോഷമുണ്ടെന്ന് എനിക്ക്. എന്നാൽ കളി തുടങ്ങാം. കബഡി 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 കബഡി. എടാ സുരേഷേ, രമേശേ, വിടരുത്. വേഗം അവരെ പിടിക്കൂ. ഇവരെല്ലാവരും എന്തിനാ മുകളിലോട്ട് നോക്കുന്നത്? ഈഷ്, ജയിക്കാൻ വേണ്ടി മുകളിലുള്ള ആളുടെ അടുത്ത് പ്രാർത്ഥിക്കുകയായിരിക്കും. എനിക്കെന്തോ പ്രശ്നമുണ്ടെന്നാ തോന്നുന്നത്. സംശയമുണ്ടോ? മജ്നു, നീ പോ.
ശരി ബായ്. കബഡി 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 ഔട്ട്. ബായ്, നമ്മളെ രക്ഷിക്കാനായി നമ്മളെ കൂട്ടുകാരൻ ഹെലികോപ്റ്ററുമായി വന്നു കഴിഞ്ഞു. അതെയോ? എന്നാ പ്ലാൻ തുടങ്ങാം. നിങ്ങൾ എന്തായി കാണിക്കുന്നത്? ഗെയിമാണ്, അല്ലാതെ വഴക്കല്ല. നന്നായി പോയി. എക്സൈറ്റ്മെന്റിൽ അങ്ങനെയൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് ബണ്ണി. വിട്ടേക്ക്. ബണ്ണി, തീർച്ചയായിട്ടും എന്തോ പന്തികേടുണ്ട്. ഇവരെല്ലാരും പരിക്കേൽപ്പിക്കുകയാണ്. റേസിലും ഇവർ 3 പേരെ അടിച്ച് അവശനാക്കി. ഈഷ്, ഇവരെന്താണ് ഈ കാണിക്കുന്നത്? ഇതാരാണ്? ഇതെന്റെ തടവുകാരനെ അല്ലല്ലോ. താൻ പോലീസുകാരനല്ല, മരമണ്ടനാണ്. എന്റെ കൂട്ടുകാരനാണ്. ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടി വന്നതാണ്. എല്ലാവരും ഞാൻ നന്നാക്കിയെടുക്കും. എന്താ ഈ കാണിക്കുന്നത്? എറിയരുത്, എനിക്ക് വേദനിക്കുന്നു. എടാ, മോളിലിരിക്കുന്ന ആളെ എനിക്കൊന്നും തന്നിട്ടില്ല. സന്തോഷം തന്നില്ല, ധനം തന്നില്ല, ബാങ്ക് ബാലൻസും തന്നില്ല. പിന്നെ എന്തിനാ നീ എന്നെ ഇങ്ങനെ തല്ലുന്നത്? കൊച്ചലിയ, ഇവൻ തന്നെ തന്നെ തല്ലിക്കൊണ്ടിരിക്കുക ഇപ്പോ. ഈഷ്, കുട്ടികളെ രക്ഷിക്കൂ. ഹണി ബണി, നിങ്ങൾ ഇൻസ്പെക്ടർ പാണ്ഡെ രക്ഷിക്ക്. ഇവന്മാരെ 2 പേരെ ഞാനും ജോർദാറും നോക്കിക്കോളാം. സംശയമുണ്ടോ? വരൂ ലല്ലോ ഭായ്, വരൂ ലല്ലോ ഭായ്. ഞാൻ വരുന്നില്ല. നീ അതിൽ ലാലാന്ന് പറയേ. ആ ശരി, സമ്മതിച്ചു. ലാലാന്ന് പറഞ്ഞു. പെട്ടെന്ന് പോ, അല്ലെങ്കിൽ ഇവിടെ കിടന്ന് പണി തീരും. അവൻ രക്ഷപ്പെട്ടു പോവാ. ഇത് കയറ് മുറിക്കാൻ നോക്കിയാണ്. എന്താ
ഇപ്പൊ നമ്മൾ രണ്ടുപേരുമേ അങ്ങ് താഴേക്ക് വീഴും. കിഡ്സ് കൊള്ളാലോ, രണ്ടുപേരെയും പിടിച്ചു. താങ്ക് യു, ഞാൻ എല്ലാവരെയും നന്നാക്കി എടുക്കും. ഇവർ രണ്ടുപേരും ഇനി എന്തായാലും ഓപ്പൺ ജയിലിൽ കിടക്കട്ടെ സർ. ഇനി എന്തായാലും ഇവർ സിറ്റിയിലുള്ള ജയിലിൽ മാത്രം കഴിഞ്ഞാൽ മതി. ഭായി എല്ലാം തന്നെ വൃത്തികെട്ട ഐഡിയ കാരണമാ. സുഖമായിട്ട് ഇവിടെ കഴിഞ്ഞുകൊണ്ടിരുന്നതാ, ഇനി അവിടെ പോയി കിടന്ന് സഹിക്കേണ്ടി വരും. പെട്ടെന്ന് ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകുന്നവൻ മൂക്കും കുത്തി താഴെ വീഴുമെന്ന് പറയും. സംശയമുണ്ടോ? അതെ, അതും ചാണകത്തിൽ തന്നെ.